നമ്മൾ ഇന്ന് തുടങ്ങുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലാണ്. ഇപ്പോൾ വരുന്നൊരു വാർത്ത. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. നെഞ്ചിലെ അണുബാധയെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ എതിരാളിയായ ഖാലിദ സിയ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധ്യക്ഷയാണ്. ബംഗ്ലാദേശ് പ്രസിഡന്റായിരിക്കെ കൊല്ലപ്പെട്ട സിയാവൂർ റഹ്മാന്റെ ഭാര്യയാണ് ഖാലിദ സിയ. 1991 മുതൽ 96 വരെയും 2001 മുതൽ 2006 വരെയും 10 വർഷം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. ഫൈസൽ ഹംസ ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഫൈസൽ ഹംസ, ഖാലിദ സിയയുടെ പാർട്ടി ബംഗ്ലാദേശിലെ ഏറ്റവും ശ്രദ്ധേയമായ പാർട്ടികളിൽ ഒന്നാണ്. ഒരുപക്ഷെ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നൊക്കെ ഇന്ത്യയിൽ പറയുന്നത് പോലെ ഇപ്പോൾ ഖാലിദ സിയയുടെ മരണവാർത്തയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 80 വയസ്സായി, പ്രായമൊക്കെ ചെന്നിരുന്നു. എപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത്? എവിടെ വെച്ചായിരുന്നു മരണം? അല്പസമയം മുമ്പാണ് ഖാലിദ സിയയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തിലെ ഒരു ചരിത്ര വനിത എന്ന് തന്നെയാണ് ഖാലിദ സിയയെ വിശേഷിപ്പിക്കേണ്ടത്. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി അധികാരത്തിലെത്തിയ വനിതാ നേതാവാണ് അവർ. മാത്രമല്ല, അവർ അധികാരത്തിലേക്ക് എത്തുന്നത് തന്നെ ഒരു വലിയ ജനകീയ പോരാട്ടത്തിന് ശേഷമാണ് എന്നുള്ളതാണ്. 1982 ബംഗ്ലാദേശിൽ പട്ടാള അട്ടിമറി ഉണ്ടാകുന്നു. അതിനുശേഷം ഏതാണ്ട് 10 വർഷത്തോളം പട്ടാള ഭരണത്തിനും കീഴിലും രാഷ്ട്രീയ അസ്ഥിരതയുമൊക്കെയായിരുന്നു ബംഗ്ലാദേശിൽ. നമുക്കറിയാം, തുടർച്ചയായി രാഷ്ട്രീയ അട്ടിമറികളും അതോടൊപ്പം തന്നെ അസ്ഥിരതയുമുള്ള ഒരു രാജ്യം കൂടിയാണത്. അതുകൊണ്ട് തന്നെ അവിടെ 1991 ഒരു ജനകീയ സർക്കാർ ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യ വനിതാ നേതാവായിക്കൊണ്ടാണ് ഖാലിദ സിയ 10 വർഷത്തെ ജനകീയ പോരാട്ടങ്ങൾക്കൊടുവിൽ അധികാരത്തിലെത്തുന്നത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ലോകത്ത് തന്നെ ഇസ്ലാമിക രാജ്യങ്ങളിൽ ബെനസീർ ഭൂട്ടോയ്ക്ക് ശേഷം രണ്ടാമതായി ഒരു രാജ്യത്തിൻ്റെ അധികാര പദവിയിലെത്തുന്ന വനിത എന്നുള്ള ഒരു സ്ഥാനം കൂടി ഖാലിദ സിയയ്ക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം 2001 ഖാലിദ സിയ 2001 മുതൽ 2006 വരെയും ബംഗ്ലാദേശിൻ്റെ ഭരണാധികാരിയായി, പ്രധാനമന്ത്രിയായി അവർ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായും ഖാലിദ സിയ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും പക്ഷേ അവരുടെ ഭർത്താവ് കൂടിയായ സിയാവുർ റഹ്മാൻ സ്ഥാപിച്ച ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയ്ക്കും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ ഭരണകർത്താവ് എന്നുള്ള നിലയ്ക്കും ഒരു ലീഡർഷിപ്പ് കാണിച്ച, ലോകത്തിന് മുന്നിൽ തന്നെ ലീഡർഷിപ്പ് കാണിച്ച ഭരണാധികാരിയായിരുന്നു ഖാലിദ സിയ. 80 വയസ്സായിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അസുഖബാധിതയായി ചികിത്സയിലായിരുന്നു. മാത്രമല്ല, ബംഗ്ലാദേശിലെ ഈ രാഷ്ട്രീയ അസ്ഥിരതയ്ക്കിടയിൽ നിരവധി തവണയാണ് അവർക്കെതിരെ പലതരത്തിലുള്ള കേസുകൾ അവർക്കെതിരെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഇപ്പോഴും ബംഗ്ലാദേശിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ അസ്ഥിരതയുണ്ടാകുന്നു. ഇടക്കാല സർക്കാരാണ് ഇപ്പോഴുമുള്ളത്. അതിനിടയ്ക്കാണ് അവരുടെ മകൻ കൂടിയായ BNPയുടെ ആക്ടിംഗ് ചെയർമാൻ കൂടിയായ താരിഖ് റഹ്മാൻ, അദ്ദേഹം കഴിഞ്ഞ ഏതാണ്ട് 17 വർഷമായി വിദേശവാസത്തിലായിരുന്നു. ഖാലിദ സിയയുടെ ഈ ആരോഗ്യനില വളരെ മോശമായതിനെ തുടർന്ന് അമ്മയെ കാണാൻ അദ്ദേഹം ബംഗ്ലാദേശിൽ തിരിച്ചെത്തുകയും ചെയ്തു.